വെള്ളം തിളപ്പിക്കണം. എന്നാലോ വെള്ളം ചൂടാക്കാനും പറ്റൂല. അങ്ങനെ വെള്ളം തിളപ്പിക്കണം. പറ്റുമോ സക്കീർ ഭായിക്ക്? എന്നാൽ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ കാണിച്ചാൽ എങ്ങനെ ചെയ്യാം. കേൾക്കുമ്പോൾ എന്തോ വിഡ്ഢിത്തം പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ സംഭവം സത്യമാണ്. വെള്ളം ചൂടാക്കാതെയും തിളപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ പ്രോസസ്സിന് ഇച്ചിരി ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇതിന് ആദ്യം വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ബക്കറ്റ് വെള്ളം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഞാനിവിടെ ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച സിസ്റ്റം പറഞ്ഞാൽ ഒരു സിറഞ്ചാണ്. അപ്പോൾ ഈ സിറഞ്ചിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ പോകുന്നത്. ഒരു ചൂടോ തീയോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി സിറഞ്ചിൽ കുറച്ച് വെള്ളം നിറക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ആ സിറഞ്ചിൻ്റെ 1/5 ഭാഗം കേട്ടോ. ആ സിറഞ്ചിൻ്റെ 1/5 ഭാഗമോ 1/4 ഭാഗമോ എടുത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ എടുത്തൊരു 10 ml സിറഞ്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ml മുതൽ 3 ml വരെ നമുക്ക് വെള്ളം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഈ വെള്ളമാണ് ഇനി തിളപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. ഈ പിസ്റ്റൺ ഉണ്ടല്ലോ, അത് താഴോട്ടേക്ക് പിടിച്ച് വലിച്ചാൽ മതി. വലിക്കുമ്പോൾ കണ്ടോ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെറിയ ചെറിയ കുമിളകൾ അവിടെ ഉണ്ടായിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ബബിൾസ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇതെന്താന്ന് വെച്ചാൽ ആ വെള്ളം ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അത് റിലീസ് ചെയ്യുമ്പോൾ കണ്ടോ, അതാണ് നോർമൽ സ്റ്റേറ്റിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഫിസിക്സ് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്, വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന്. അപ്പോൾ ആ പ്രസ്താവന ഇപ്പോൾ നമുക്ക് മനസ്സിലായി അത് 100% ശരിയല്ല. അപ്പോൾ അത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് ഈ എയറിൻ്റെ പ്രഷറില്ലേ, ഈ ചുറ്റുപാടുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ, ആ പ്രഷറിലാണ് എന്ത് സംഭവിക്കുന്നത്, വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ അല്ല. കാരണം എന്താ, നമ്മൾ ഈ മേലെ ഭാഗം അടച്ചു വെച്ചപ്പോൾ എന്തായി, അറ്റ്മോസ്ഫിയർ എയർ ഇതിൻ്റെ ഉള്ളിൽ കയറാതെ ഇതൊരു വാക്യൂം ചേംബർ പോലെയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, വെള്ളം പെട്ടെന്ന് തിളക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രഷർ കുറച്ച് കൊടുത്താൽ മതി അല്ലേ. പ്രഷർ കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറയുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രഷർ കുറക്കണം. ഇനി ഇതിൻ്റെ പ്രഷർ എങ്ങനെ കുറക്കുക, ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുറക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ എന്താ പറയുന്നത് വെച്ചാൽ, വോളിയം കൂട്ടിയാൽ എന്ത് പറയും, പ്രഷർ കുറയും. അല്ലെങ്കിൽ വോളിയം കുറച്ചാൽ പ്രഷർ കൂടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുറച്ചാണ്ട് ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറക്കണം. അപ്പോൾ ഒരു ബോയിലിംഗ് പോയിന്റ് കുറക്കുന്ന സമയത്ത് എന്താ, 100 ഡിഗ്രിയിൽ നിന്ന് അതൊരു 30 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 28 ഡിഗ്രി അവിടം വരെ നമുക്ക് എന്ത് ചെയ്യണം, ബോയിലിംഗ് പോയിന്റ് എത്തിക്കണം അല്ലേ. അപ്പോൾ ഈ